നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ പുതിയകാവ് ആടിച്ചന്തയുടെ വീഡിയോ ആണ്. ഇന്ന് ശനിയാഴ്ച രാവിലെ 5 മണിക്ക് തന്നെ ആടിച്ചന്ത തുടങ്ങിയിരിക്കുകയാണ്. എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെ 5 മണിക്കാണ് ആടിച്ചന്ത തുടങ്ങുന്നത്. നമ്മൾ ചന്തയിലെത്തിയിരിക്കുകയാണ്. പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഉള്ള ചന്തയാണ്. എങ്ങനെയാണ് നോക്കാം, എല്ലാ നിലവാരമൊക്കെ. അപ്പോൾ നമുക്ക് ചന്തയ്ക്കകത്തോട്ട് പോകാം. നല്ല വളർത്തു കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ കുട്ടികൾ തന്നെയാണ് അതൊക്കെ നിൽക്കുന്നത്. നല്ല തീറ്റയും കൂടിയൊക്കെ തുടങ്ങിയ കുട്ടികളുണ്ട്. തള്ളയാടും അതിൻ്റെ കുട്ടികളൊക്കെ ഇതാ ഇവിടെ നിൽപ്പുണ്ട്. പല റേറ്റിനുമുള്ള തള്ളയാടും കുട്ടികളൊക്കെ ഉണ്ട്. ചെറിയൊരു ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തണുപ്പുണ്ട് ചന്തയിൽ. ഫാമിലി ആയിട്ടൊന്നും ആരും ഇതുവരെ എത്തിയിട്ടില്ല ആടുകളെ വാങ്ങാൻ. നല്ല കറവ ആടാണ് ഇതാ നിൽക്കുന്നത്. തള്ളയും 2 കുട്ടികളും ഇതാ ഇവിടെ നിൽപ്പുണ്ട്. 23 രൂപ ചോദിക്കുന്നുണ്ട്. 23 രൂപ ചോദ്യം. ഒരു മുട്ടൻകുട്ടി, ഒരു പെൺകുട്ടിയാണ്. തള്ളയാടും 3 കുട്ടികൾ എന്താ ഇവിടെ നിൽപ്പുണ്ട്. 2 പെണ്ണും ഒരു ആണുമാണ് കുട്ടികൾ. അതിൻ്റെ വില ലഭ്യമല്ല. അവിടെ കച്ചവടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം. കച്ചവടമാണെങ്കിൽ അതിൻ്റെ വില നമുക്ക് ഉൾപ്പെടുത്താം. നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള കുട്ടികളെയൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. വലിയ മുട്ടനാടുകളൊക്കെ ആ ഭാഗത്ത് ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണം. നല്ല തീറ്റയും കൂടിയൊക്കെ തുടങ്ങിയ കുട്ടികളാണ് ഈ കൊണ്ടുപോകുന്നത്. ഇന്നത്തെ വില അനുസരിച്ച് ഒരു 14 രൂപ 15 രൂപയൊക്കെ അത് കുറഞ്ഞ് കൊടുക്കേണ്ടി വരും. നല്ല ആടുക ഇവിടെ നിൽപ്പുണ്ട്. 3 പെൺകുട്ടികൾ തന്നെ. ഒന്ന് തള്ളയാണെന്ന് തോന്നുന്നത്. അതിൻ്റെ നല്ല ചെവിയിറക്കമുള്ള നല്ലൊരു 3 ആടുകൾ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. അത് കച്ചവടം കഴിഞ്ഞാണോ ഇല്ലയെന്ന് അറിയില്ല. ഇവിടെ ഒരു മുട്ടനാട് നിൽപ്പുണ്ട്. ഞാനൊരു 5:30 മണി കഴിഞ്ഞു ചന്തയിലെത്തിയപ്പോൾ. രാവിലെ നല്ല മഴയായിരുന്നു. പല ആടുകളും ഇതാ ഇവിടെ നിൽപ്പുണ്ട്. കുട്ടികൾ കണ്ടമാനം വന്നിട്ടുണ്ട്. നല്ല ശിരോഹീനത്തിൽപ്പെട്ട കുട്ടികളൊക്കെ ആ ഭാഗത്ത് നിൽപ്പുണ്ട്. കുറച്ചുകൂടെ ഒന്ന് നേരെ വെളുത്തിട്ട് നമുക്ക് അവരുടെ വീഡിയോ എടുക്കാം. നമുക്ക് വലിയ ആടുകൾ നിൽക്കുന്ന ഏരിയയിലേക്ക് പോകാം. പല റേറ്റിനുള്ള ആടുകൾ ചന്തയിൽ നിന്ന് ലഭ്യമാണ്. നമ്മളൊരു 10-15 മിനിറ്റ് ചന്തയിൽ കറങ്ങിയപ്പോഴുള്ള ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ആ പെരുന്നാളിന് മുമ്പ് എങ്ങനെയായിരുന്നു അതേ വില തന്നെയാണ് ഇപ്പോഴും ഇന്നിപ്പോൾ ഈ ചന്തയിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഒരു വലിയ മുട്ടനാട് ഭാഗത്ത് നിൽക്കുന്നുണ്ട്. ഇന്നത്തെ വില അനുസരിച്ച് ഒരു 25 രൂപയ്ക്ക് മേളിൽ വിൽപ്പന നടക്കുന്ന മുട്ടനാടാണ്. അല്ല, വളർത്താനും അത്യാവശ്യം പറ്റിയ 2 മുട്ടനാടുകളാണ് ഇപ്പോൾ. ഇത് കച്ചവടം കഴിഞ്ഞാണെന്ന് തോന്നുന്നു. ഒരു കൊച്ചു കുട്ടിയെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. മുട്ടനാടൊക്കെ ശരിക്കും കച്ചവടമായിട്ടുണ്ട് ഈ സമയം കൊണ്ട്. എല്ലാ സൈസ് ആടുകളും ചന്തയിൽ വന്നിട്ടുണ്ട്. പല ടൈപ്പിലുള്ള ആടുകളുണ്ട്. ഒരാഴ്ചയിലും വില മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ആഴ്ചത്തെ വില ആയിരിക്കില്ല അടുത്ത ആഴ്ച വരുമ്പോൾ. ചിലപ്പോൾ കൂടും കുറയും. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇപ്പോൾ ചന്തയിൽ കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നത്. ചന്തയ്ക്കകത്തോട്ട് പോകാം. ഏകദേശം 5:45 ഉള്ളൂ. നേരം വെളുത്ത് മഴക്കോളുള്ളതുകൊണ്ടാണ് അത്രയും നമുക്കൊരു ഇരുട്ട് ബാധിക്കുന്നത്. വലിയ മുട്ടനാടൊക്കെ ഈ സൈഡിൽ ഇപ്പോൾ ഉണ്ട്. 10-25 രൂപയ്ക്ക് മുകളിൽ വിൽപ്പന നടക്കുന്ന മുട്ടനാടാണ്. അവിടെ കച്ചവടം അവിടെ സംസാരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്ക് വില ചോദിക്കാത്തത്. കച്ചവടം നടക്കുമ്പോൾ അതിൻ്റെ വില നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇവിടെ നിൽപ്പുണ്ട്. 10-25 രൂപയ്ക്ക് 20-30 രൂപ ആ റേഞ്ചിലൊക്കെ വിൽപ്പന നടക്കുന്ന മുട്ടനാടാണ്. അവിടെ ഒരു മുട്ടനാട് വില പറയുന്നുണ്ട്. 27 രൂപ പറഞ്ഞിട്ട് കൊടുക്കുന്നില്ല. 1 രൂപയ്ക്ക് മേളിലെ കച്ചവടം നടക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഒരു കറുത്ത മുട്ടനാട് അവിടെ വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും ആടുകളൊക്കെ വാങ്ങി കെട്ടിയിരിക്കുകയാണ് വണ്ടിയിൽ. പല ടൈപ്പിലുള്ള ആടുകളുണ്ട്. നല്ല സൈസ് മുട്ടനാടുകൾ തന്നെയാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. അവിടെ പിടിവലിയിൽ നമുക്ക് മനസ്സിലായി 30 രൂപ താഴെയാണ് ആ പാർട്ടി പറയുന്നതെന്ന് തോന്നുന്നു. ഇപ്പോൾ 30 രൂപയ്ക്ക് മുകളിലെ കച്ചവടം നടക്കുകയുള്ളൂ എന്നാണ് പറയുന്ന കറുത്ത മുട്ടനാടിന്. ഒരു 40 അടുത്ത് വരും എല്ലാം കൂടെ. അത് ഇവിടെയും വലിയൊരു മുട്ടനാട് ഇപ്പോൾ കച്ചവടം കഴിഞ്ഞാണോ എന്നറിയില്ല.
കുറേ നേരം കൊണ്ട് അക്രമം കാണിക്കുകയാണ്. ഇതൊക്കെ കച്ചവടം കഴിഞ്ഞ ആടുകളാണെന്ന് തോന്നുന്നു. ഒരു നല്ല കിടിലൻ മുട്ടനാടുകളാണ് ഇതാ ഇവിടെ നിൽക്കുന്നത്. കച്ചവടം കഴിഞ്ഞതാണ് ഇതെല്ലാം. നമുക്കിവിടെ ശരിക്കും നമുക്കിവിടെ വീഡിയോ എടുക്കണമെങ്കിൽ നമ്മൾ വെളുപ്പിന് ഒരു 4 മണിക്ക് നമ്മൾ ചന്തയിലെത്തണം. 4-4:30 മണിക്ക് ചന്തയിലെത്തിയാൽ എല്ലാ ആടുകളെയും നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. ഇതെല്ലാം നല്ല വളർത്തു കുട്ടികളാണ്. അത് കച്ചവടം കഴിഞ്ഞതാണ്. ടീം വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾ വരുന്നുണ്ട് ഇപ്പോൾ ആടിനെ വാങ്ങാനായിട്ട്. മധുരയും തെങ്കാശിയിൽ നിന്നൊക്കെ ആൾ വരുന്നുണ്ട്. പഴയതുപോലെ സൈസ് മുട്ടനാടുകൾ ഇതായ ഒരു ഭാഗത്ത് നിൽപ്പുണ്ട്. നമ്മൾ രാവിലെ കണ്ട തള്ളയാടും കുട്ടികൾ ഇതുവരെയായിട്ട് വിറ്റ് പോയിട്ടില്ല. 22 രൂപ 20 രൂപ കുറഞ്ഞ് കൊടുക്കില്ലെന്നാണ് പറയണത്. 22 രൂപ ചോദിക്കുന്നുണ്ട്. തള്ളയും 2 കുട്ടികളുമാണ്. 3-ാം പേർ അവനാണ് ചാൻസ്. അതിൻ്റെ കൊമ്പും അതിൻ്റെ ഒരു ശരീരം ഇതൊക്കെ കണ്ടിട്ട് നല്ല 2 കുട്ടികൾ തന്നെയാണ്. അകിടൊക്കെ നല്ല വലിയ അകിടാണ്. അതിൻ്റെ 1 ലിറ്റർ പാല് കിട്ടുമെന്നാണ് പറയുന്നത്. 1 ലിറ്റർ പാല്. നല്ല വളർത്തു കുട്ടികളാണ് ഇരിക്കുന്നത്. ജോഡി 13 രൂപ 14 രൂപ ചോദിക്കുന്നുണ്ട്. 7000 രൂപ മേനിയാണ് ചോദിക്കുന്ന ഓരോന്നിനും. 7500 ചോദിക്കുന്ന കുട്ടികളുണ്ട്. ഈ കൂട്ടത്തിൽ 7500 ഓരോ കുട്ടികൾക്ക് ചോദിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല തീറ്റയും കൂടിയൊക്കെ തുടങ്ങിയ കുട്ടികളാണ്. നല്ല വലിപ്പമുള്ള കുട്ടികളാണ്. പല റേറ്റിനുള്ള കുട്ടികളുണ്ട്. ഒരു അഞ്ചാക്കാരാണ്. അഞ്ചായിന്ന് കുടികളിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്നവരാണ്. നല്ല സിരോഹിയുടെ ഒരു പെൺകുട്ടിയുണ്ട്. അതൊക്കെ ഒരു ഇന്നത്തെ വിലയ്ക്ക് ഒരു 5-6 രൂപ കൊടുക്കാതെ കിട്ടത്തില്ല. നല്ല ഇനാടുകൾക്ക് അത്യാവശ്യം നല്ല വില അവർ പറയുന്നുണ്ട് കുട്ടികൾക്ക്. ഇതിലൊരു സിരോഹിയുടെ കുട്ടിയുണ്ട്. സിരോഹിയുടെ കുട്ടി തിരക്കി വരുമ്പോഴത്തേക്ക് സിരോഹിയുടെ കുട്ടി കാണത്തില്ല. ഇപ്പോൾ ശരിക്കും നല്ല ക്വാളിറ്റിയുള്ള കുട്ടി തന്നെയാണ് ഇതായി നിൽക്കുന്നത്. രണ്ടും നല്ല ജോഡിയാണ്. ഒരു മുട്ടൻകുട്ടി ഒരു പെൺകുട്ടിയാണ്. പക്ഷേ അത് രണ്ടിനോട് വാങ്ങിക്കൊണ്ട് ഇടുകയാണെങ്കിൽ വലുതാകുമ്പോൾ അതിനെ കൊണ്ട് തന്നെ ക്രോസ് ചെയ്യിപ്പിച്ച് നല്ല എൻ്റെ കുട്ടികളെ കിട്ടും. ഇവിടെ 2 കുട്ടികൾ നിൽപ്പുണ്ട്. 15 രൂപ ഇന്നത്തെ വിലയ്ക്ക് ചോദ്യമാണ്. നല്ല റേറ്റിനുള്ള കുട്ടികൾ. ഇത് കച്ചവടം കഴിഞ്ഞതാണ്. ചന്തയിൽ ആട് കുറവായിരുന്നെന്ന് തോന്നുന്നു. കാരണം നമ്മൾ കുറച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ചന്ത ഏകദേശമൊക്കെ കാലിയായുള്ള ഒരിതാണ്. നമ്മൾ രാവിലെ കണ്ട തള്ളയാടും കുട്ടികളാണ് ഇവിടെ നിൽക്കുന്നത്. നല്ല അടിപൊളി ചെവിയിറക്കമൊക്കെ ഉള്ള നല്ല കുട്ടികളാണ്. തള്ളയും അതിൻ്റെ 2 കുട്ടികളുമാണ്. കുട്ടികൾ ചന്തയിൽ നിൽപ്പുണ്ട്. കുട്ടികൾക്ക് അത്യാവശ്യം വിലയുണ്ടെന്ന് പറയാം. കാരണം കഴിഞ്ഞ നമ്മൾ പിന്നെ ചന്തയ്ക്ക് വന്നപ്പോൾ 3000-3500 വിൽപ്പന നടന്ന് ഇന്ന് 4000 4500 ആ റേഞ്ചിലൊക്കെയാണ് കച്ചവടം നടക്കുന്നത്. തള്ളയാടുന്ന ഒരു കുട്ടി നിൽപ്പുണ്ട്. ഇറങ്ങി ഓടുന്നു. അവനെ പിടിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ പിടിച്ച് അവരെ കയ്യിൽ കൊണ്ട് കൊടുത്തിരിക്കുകയാണ്. 18 രൂപ ചോദിക്കുന്നുണ്ട് തള്ളയാടും കുട്ടിയും കൂടെ. ഇപ്പോൾ എന്തായാലും ഫാമിലിയായിട്ടൊക്കെ ലേഡീസും അവരെല്ലാവരും ആടിനെ വാങ്ങാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവരടുത്താണ് കച്ചവടം നടക്കുന്ന കുട്ടികളെ വാങ്ങാൻ വേണ്ടി. എല്ലാവരും കുട്ടികളായിട്ട് അവരുടെ അടുത്ത് ചെന്നിരിക്കുകയാണ്. ഒരുപാട് പേര് വന്ന് ഫാമിലിയായിട്ട് ആടിനെ വാങ്ങാൻ. പാല് കുടിക്കുന്നുണ്ട്. 2 കുട്ടികൾ 2 കുട്ടികൾ അതിൻ്റെ തന്നെയാണ്. അപ്പോൾ എന്തായാലും 22 രൂപയാണ് ചോദിക്കുന്നത്. 20 രൂപ ലാസ്റ്റ് തീർത്ത് കിട്ടണമെങ്കിൽ കൊടുക്കുന്നതാണ് പറയുന്നത്. കുട്ടികൾ ഇതുവരെ വിട്ടില്ല. സിരോഹിയുടെ കുട്ടികളൊന്നും ഇതുവരെ വിട്ടിട്ടില്ല. നല്ല വളർത്തു കുട്ടികളാണ്. ഒരു ടൈമിനൊക്കെ അതൊക്കെ ഒരു 2500-3000 രൂപയ്ക്ക് വിൽപ്പന നടക്കുന്ന കുട്ടികളാണ്. ഇപ്പോൾ 6000-7000 ഒക്കെയാണ് അവർ ചോദിക്കുന്നത് തന്നെ. കാരണം ആട് വരവ് കുറഞ്ഞെന്നാണ് പറയുന്നത്. കുടികളിലൊന്നും പോയ ആടില്ല. അപ്പോൾ എല്ലാവരും തൊഴിലുറപ്പ് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ആട് വളർത്തലൊക്കെ മതിയാക്കിയെന്നാണ് പറയുന്നത്. നല്ല കുട്ടികളാണ്. എൻ്റെ കുട്ടികളാണ് നിൽക്കുന്നത്. അതിൽ ഇതുവരെയായിട്ട് വിറ്റിട്ടില്ല. തള്ളയും 3 കുട്ടികളുമാണ്. ഒരു മുട്ടൻ 2 പെൺകുട്ടികളുമാണ്.
നല്ല പാലുള്ള ആടെന്നാണ് പറഞ്ഞത്. സിരോയുടെ കുട്ടി ഒരാൾ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. 6 രൂപ പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ല ഇതുവരെ ആയിട്ട്. അത്യാവശ്യം പാലുള്ള ആട് തന്നെയാണെന്ന് തോന്നുന്നു കണ്ടാറൊക്കെ. കുട്ടികൾ രണ്ടുപേരും കുറേ നേരം കൊണ്ട് അതിൽ നിന്ന് പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ അങ്ങനെ 2 ആട്ടിൻകുട്ടികളെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. 4 രൂപയായി അതിന്. സിരോയുടെ കുട്ടി അടിപൊളി തന്നെയാണ്, അങ്ങനെ വാങ്ങാൻ ആരുമില്ല. മുട്ടൻകുട്ടിയാണ്. അത്യാവശ്യം നല്ല കൊഴുപ്പൊക്കെ ഉള്ള 2 കുട്ടികൾ തന്നെയാണ്. അവിടെ ഒരു കച്ചവടം ഇടിവിലി നടത്തുകയാണ്. 10.5 രൂപ രണ്ടിനൂടെ പറഞ്ഞിട്ട് കൊടുക്കുന്നില്ല. 10.500 പറഞ്ഞു, എന്നിട്ടും കൊടുക്കുന്നില്ല. 12 രൂപ ഇട്ടാൽ കൊടുക്കില്ലെന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഇന്ന് വിൽപ്പന നടക്കാത്ത നാളെ 28-ാം മൈൽ ചന്തയിൽ കൊണ്ടുവരും. നാളെ 28-ാം മൈൽ ചന്തയാണ്. അവിടെ ഒരു കച്ചവടം നടക്കുകയാണ്. നല്ല വളർച്ച കിട്ടുന്ന നല്ല പാലുകുടിയെ കിട്ടിയ കുട്ടികൾ തന്നെയാണ് ഇത്. അവിടെ കച്ചവടമൊക്കെ ശരിക്കും നടക്കുന്നുണ്ട്. ഇവിടെ ഒരു കുട്ടി കച്ചവടമായിട്ടുണ്ട്. ലേഡീസ് വന്ന് വാങ്ങിയതാണ്. 6500 രൂപയാണ് ഇതിൻ്റെ വില. കേട്ട് എൻ്റെ കിളി പറഞ്ഞു. ഈ പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ അവർ നല്ല രീതിക്ക് വില കയറ്റിയേ പറയത്തുള്ളൂ. വരുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവന്ന്, ആണുങ്ങൾ ആരെങ്കിലും കൊണ്ടുവന്ന് മേടിക്കുന്നതാണ് നല്ലത്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.